കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരെയായിട്ട് ഒരു വില്ല പ്രോജക്റ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലം വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റ് ഭൂമിയിൽ 2050 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മാത്രമല്ല നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് 20 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ആലുവ സിറ്റി വളരെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. പിന്നെ എടുത്ത് പറയേണ്ടത് വലിയൊരു ജംഗ്ഷനായ പൂക്കാട്ടുപടിയും അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എറണാകുളത്തേക്കും തൃപ്പൂണിത്തുറയ്ക്കും മൂവാറ്റുപുഴയ്ക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ എലിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മതിലിൻ്റെ ഭംഗി തന്നെ കാണാം. കാരണം ഭംഗിയായിട്ടാണ് മതിൽ ഒരുക്കിയിട്ടുള്ളത്. ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലിറ്ററിങ് സ്റ്റോൺ വർക്കാണ്, ഒരു ഗോൾഡ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ടെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. 4 വേ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോൺ വർക്കാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. ഗ്ലാഡിങ് സ്റ്റോൺ വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് CNC കട്ടിങ്ങും അതിൻ്റെ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ബോക്സി ഡിസൈൻ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 4 വേ ലൈറ്റ് വരുന്നുണ്ട്. 2 വേ ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കാണാം. വിശാലമായിട്ടൊരു ബാൽക്കണി കാണാം. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫിൻ്റെ ഗ്ലാസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് എലിവേഷൻ ഒരുക്കിയിട്ടുണ്ട്. എലിവേഷനോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഗേറ്റും കൊടുത്തിട്ടുള്ളത്. ഗേറ്റിനും CNC കട്ടിങ് ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിപ്പമുള്ളൊരു പോർച്ച് കിട്ടിയിട്ടുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം, അതായത് വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത് ഫേസിംഗ് ആണ്, അതായത് വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. മാത്രമല്ല പടിഞ്ഞാറ് ഭാഗത്തും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90 സെൻറ്റിമീറ്ററോളം വിട്ടിട്ടുണ്ട്. അപ്പോൾ നടന്ന് പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. 4 വേ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വടക്ക് വശത്തേക്ക് വരാം. അതായത് നോർത്ത് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു 3 മീറ്ററോളം സെറ്റ് ബാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾ നമ്മുടെ ഒരെണ്ണം പോർച്ചിലും കിടക്കും, ഒരെണ്ണം ഈ ഫ്രണ്ടിലും ഇവിടെയും കിടക്കും. അപ്പോൾ അങ്ങനെ 2 വാഹനങ്ങൾ പാർക്കിന് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗമാണ്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറാണ്. അവിടെയാണ് കിണർ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കിണർ കിട്ടിയിട്ടുണ്ട്. വെട്ടുകൾ പ്രദേശമാണ്, വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് സെറ്റ് ബാക്ക് കിട്ടിയിരിക്കുന്നത് 1 മീറ്ററോളം വീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നല്ല സ്പേസ് കിട്ടിയിട്ട് തന്നെയാണ് ചേർന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സെറ്റ് ബാക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. വീടിന് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലറിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു ഫാൻസി ലൈറ്റ്, പോർട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. സിംഗിൾ പീസ് ഡോറ്. സാമാന്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് ലിവിങ് സ്പേസിന്. ലിവിങ് സ്പേസിൻ്റെ ഇൻറ്റീരിയലാണ് നമുക്ക് കാണേണ്ടത്. മനോഹരമായിട്ടാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. മേലെ പാനൽ വർക്ക് ജിപ്സം ഒരു സൈഡിൽ ഡിസൈൻ കൊടുത്തിട്ട് ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ PVC പാനലിങ് വുഡിൻ്റെ ടെക്സ്റ്ററാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വുഡിൻ്റെ ടെക്സ്റ്റും അതുപോലെ തന്നെ ജിപ്സവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ടാണ് T-യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. T-യൂണിറ്റിൻ്റെ ഡിസൈനിലേക്ക് വരാം. ഗ്ലിറ്ററിങ് സ്റ്റോൺ ടെക്സ്റ്ററാണ്, അതൊരു ഗോൾഡിൻ്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് താഴെ കിട്ടിയിട്ടുണ്ട്. പിന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് വിൻഡോസ് ആണ്. വിൻഡോസ് പൂർണ്ണമായിട്ടും പാനൽ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വടക്ക് സൈഡാണ്, അതായത് നോർത്ത് സൈഡും. ഈ കാണുന്നത് വെസ്റ്റ് സൈഡുമാണ്. അങ്ങനെ 2 സൈഡിലും പാനൽ ചെയ്ത് അതിനകത്തും LED ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ TV യൂണിറ്റിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആണിത്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാൻ നേരത്ത് നല്ല ഭംഗിയായിരിക്കും ലിവിങ് സ്പേസ്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഇന്റീരിയർ വർക്ക് കൊടുത്തിരിക്കുകയാണ്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഈ ഭിത്തിയിലേക്ക് റിഫ്ലക്ഷൻ ചെയ്യുന്ന രീതിയിൽ, അതായത് ഇവിടെ ഒരു പിക്ചറോ മറ്റോ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് റിഫ്ലക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അത് നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലായിട്ട് ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ജിപ്സം പാനൽ വർക്ക് കൂടാതെ തന്നെ PVC വർക്കും വരുന്നുണ്ട്. അത് വുഡിൻ്റെ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. യഥേഷ്ടം
സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഈ ഭാഗം കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് 3 പാളി വലിയ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ സിറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ വാഷ് പീസും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായുള്ള ഒരു വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയറിനടിയിലാണെന്നുണ്ടെങ്കിലും ഇൻവെർട്ടറും മറ്റുമൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. അതായത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൻ്റെ സ്ഥാനം വരുന്നുണ്ട്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരേ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. അത് നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക്, 2 ടാപ്പും സെറയുടെ തന്നെയാണ്. മാത്രമല്ല പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഭംഗിയായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മേലെയും താഴെയൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. PVC ലാമിനേഷനാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇങ്ങനെ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇറങ്ങാം. പുറത്തും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം തെക്ക് വശവും ഇത് കിഴക്ക് വശവും, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 13 അടി നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതി വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈനും അതുപോലെ തന്നെ LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ള കബോർഡാണ് വന്നുള്ളത്. 3 പാർട്ടായിട്ടും താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, 3-way മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. സെറയുടെയാണ്. പിന്നെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അതും സെറയുടെ തന്നെയാണ്. പിന്നെ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന എല്ലാം മാറ്റ് ടൈലാണ്. താഴെ വന്നിരിക്കുന്നത് മാറ്റ്. ഒരു മാറ്റ് ഡിസൈൻ ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ടൈല് കയറ്റി ഒട്ടിച്ചിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സൈസിലേക്ക് വരാം. ഇത് 12 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതിയും വരുന്നുണ്ട്. പിന്നെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വിൻഡോ ഒക്കെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം 3 പാളി ജനലാണ് വന്നുള്ളത്. ഇതിൻ്റെ ദിശ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഈസ്റ്റ് സൈഡും ഇത് നോർത്ത് സൈഡുമാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കബോർഡ് ഒരുക്കിയിട്ടുള്ളത്. അപ്പം 3 പാർട്ടായിട്ട് ഇവിടെ തുറക്കുകയും ചെയ്യാം. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്ത് എല്ലാ കബോർഡുകളും നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 3-way മിക്സഡ് ടാപ്പ് വരുന്നുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഭിത്തിയും താഴെ എല്ലാം മാറ്റ് ടൈൽ തന്നെയാണ്. നല്ല ഫൈബർ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഈ മുറിക്ക് അനുയോജ്യമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ഈസി ആയിട്ട് സ്റ്റെപ്പ് കയറാം. അതും റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നതുകൊണ്ട് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ടെക്സ്റ്റാണ് ഈ കാണുന്നത്. ഗ്ലിറ്ററിങ് സ്റ്റോൺ ഡിസൈനാണ് ഫുള്ള് വന്നിട്ടുള്ളത്. ഗോൾഡിൻ്റെ ഒരു ഡിസൈനാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വലിയ പെർഗോളാസാണ് വന്നിട്ടുള്ളത്. അതിനകത്തൊക്കെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും മാത്രമല്ല അതിൽ ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇന്ന് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഇപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. LED ലൈറ്റ് വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്.
നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, അതായത് ഗ്ലിറ്ററിങ് സ്റ്റോൺ ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. LED ലൈറ്റുകളും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ നല്ല LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം നേരെ. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഈ വശം നോർത്ത് സൈഡും ഈ വശം വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. വലിയ കബോർഡാണ് വന്നിട്ടുള്ളത്. പിന്നെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കബോർഡ് നമുക്ക് ഇവിടെയും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയൊരു കബോർഡ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. ഇവിടെ വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ, ലൈറ്റ്, ടവൽ റാഡും മറ്റുമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, എക്സോസ്റ്റ് വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. സാമാന്യം വലിപ്പമുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഈ സൈഡ് വരുന്നത് സൗത്ത് സൈഡും ഈ സൈഡ് വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടിയോളം നീളം വരുന്നുണ്ട്, 12 അടിയോളം വീതിയും വരുന്നുണ്ട്. അപ്പം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കബോർഡുകളെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേൺ ആണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു വലിപ്പമുള്ളൊരു മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. മാറ്റ് ടൈൽ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷ് ബേസും വരുന്നുണ്ട്, മിറർ, ലൈറ്റ്, പിന്നെ ഇവിടെ 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈലും മാറ്റ് തന്നെയാണ്. ഫൈബർ ഡോർ തന്നെയാണ്. ഡോറെല്ലാം ഒരേ പാറ്റേണിലുള്ള ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ബെഡ്റൂം 2 കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഇങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ശരിക്കും ഇതിനെ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സ്ലൈഡിങ് വിൻഡോസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിലും മാറ്റ് ടൈൽ തന്നെയാണ്, വുഡിൻ്റെ ടെക്സ്ചറാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വേസ്റ്റ് ലൈൻ, അതുപോലെ തന്നെ വാട്ടർ ലൈനും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പവർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അയൺ ടേബിളും മറ്റും നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടി. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാവുന്നതാണ്. നേരെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫിൻ്റെ ഗ്ലാസ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വിശാലമായിട്ടൊരു ബാൽക്കണി കണ്ടു. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. 4 സെൻറ്റ് ഭൂമിയിൽ 2050 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. സ്ഥലം വരുന്നത് പുക്കാട്ടുപടിയിലാണ്. ബസ് റൂട്ടിനടുത്തായിട്ട് നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണിത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.